ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങള് ഞാൻ എന്നത് ആത്മാ പ്ലസ് 3 ശരീരങ്ങൾ, ചൈതന്യം പ്ലസ് 3 ശരീരങ്ങൾ എന്ന ഭാഗമാണ്. പഞ്ചീകൃതേഭ്യോ ഭൂതേഭ്യഃ സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ സമുത്പന്നമിദം സ്ഥൂലം ഭോഗായതനമാത്മനഃ അവസ്ഥാജാഗരസ്തസ്യ സ്ഥൂലാർത്ഥാനുഭവോ യതഃ. ആ ശ്ലോകമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ചൊല്ലാം. പഞ്ചീകൃതേഭ്യോ ഭൂതേഭ്യഃ സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ സമുത്പന്നമിദം സ്ഥൂലം ഭോഗായതനമാത്മനഃ അവസ്ഥാജാഗരസ്തസ്യ സ്ഥൂലാർത്ഥാനുഭവോ യതഃ. എന്താണ് നമ്മൾ നോക്കിയപ്പോ 3 ശരീരങ്ങളെ കുറിച്ചാണ് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് ഇനി നോക്കുന്ന ഭാഗം സ്ഥൂല ശരീരത്തെ ഒന്നുകൂടെ വിശദമായിട്ട് നോക്കാൻ പോവാണ്. ആദ്യം നമുക്ക് മനസ്സിലാകുന്നത്, കാരണ ശരീരത്തെ കുറിച്ചൊന്നും സംസാരിച്ചാൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, സൂക്ഷ്മം പിന്നെ കുറെ കൂടെ വേദമാണ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് വേഗം മനസ്സിലാകുന്നത് സ്ഥൂല ശരീരത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആദ്യം സ്ഥൂല ശരീരത്തെ കുറിച്ചാണ് ഇവിടെ വിവേക ചൂടാമണിയില് ശങ്കരാചാര്യസ്വാമികള് നമ്മളോട് ഇപ്പൊ പറഞ്ഞു തരുന്നത്. സ്ഥൂല ശരീരത്തെ പറ്റി പറയുമ്പോ നമുക്ക് പലതും നമുക്ക് തന്നെ അറിയാം. സ്ഥൂല ശരീരത്തെ കുറിച്ച് പലതും നമുക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ ഈ സ്ഥൂല ശരീരം എങ്ങനെ ഉണ്ടായി, എവിടുന്ന് വന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സ്ഥൂല ശരീരം ഉണ്ടായത് എന്ന് ആചാര്യസ്വാമികൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പോവാം. പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെയാണ് സ്ഥൂല ശരീരം ഉണ്ടായത്. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ഈ കാണുന്ന പഞ്ചഭൂതമായ പ്രപഞ്ചം, ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ശരീരവും ഉണ്ടായത്. നമ്മൾ കാണുന്ന, പുറത്ത് ലോകമായി നമ്മൾ കാണുന്ന പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, ഈ സൃഷ്ടിയെല്ലാം പഞ്ചഭൂതമാണെന്ന് നമുക്കറിയാം. ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ശരീരവും ഉണ്ടായത്. അപ്പോ ഒരേ പഞ്ചഭൂതങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മൾ ഈ കാണുന്ന വ്യത്യസ്തമായ വിവിധങ്ങളായ ശരീരങ്ങൾ ഉണ്ടായി എന്നൊരു സംശയം ഉണ്ടാകും. നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മുടെ ശരീരം, മനുഷ്യരുടെ തന്നെ പലതരത്തില് ശരീരം, അതുപോരാതെ ജീവികൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളിലുള്ള പല 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 ജീവികള്, പല പല ശരീരങ്ങള്, വൃക്ഷലതാദികള്, ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്നാണ് ഇവിടെ സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഒരു പുതിയ ഒരു പ്രധാന തത്വം ഈ സമയത്ത് വരുന്നുണ്ട്. ഒരു പ്രധാന തത്വം എന്താണത്? പൂർവകർമ്മണ, അവനവന്റെ പൂർവജന്മ കർമ്മഫലമായാണ് ശരീരം ഉണ്ടാകുന്നത് എന്ന ഒരു സത്യവും കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ആചാര്യസ്വാമികൾ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? പല വിധത്തില്, പല രീതിയില്, മനുഷ്യൻ വേറെ, മനുഷ്യരിൽ തന്നെ പല രീതിയില്, പല ജീവികളായിട്ട്, ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് എന്ന് വരുമ്പോൾ അതൊരു പുതിയ തത്വം കൂടെ അതിൻ്റെ പുറകിലുണ്ട്. ആ തത്വം പൂർവകർമ്മ ഫലം എന്നുള്ളതാണ്. പൂർവകർമ്മ ഫലവും ഇതിനകത്തൊരു വലിയ ഘടകമാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഈ ശരീരം ഉണ്ടാകുമ്പോൾ
ഏത് തരം ശരീരം ഉണ്ടാകണം എന്നൊരു ഡിസൈഡിങ് ഫാക്ടർ കൂടെയാണ് പൂർവജന്മ കർമ്മങ്ങൾ. അപ്പോ ആചാര്യസ്വാമികള് ശരീരത്തെ പറ്റി 4 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ഈ പഞ്ചീകൃതേഭ്യോ എന്നുള്ള ശ്ലോകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 4 കാര്യങ്ങൾ ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ പറഞ്ഞു തരും. ഒന്ന്, ഈ ശരീരം സ്ഥൂല പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയാണ്. പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയാണ്. സ്ഥൂല ശരീരം ഈസ് ഈക്വൽ ടു സ്ഥൂല പഞ്ചഭൂതങ്ങളുടെ ചേർച്ച. ശരീരത്തില് അഗ്നിയുണ്ട്, ഇല്ലേ? നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടല്ലോ, അപ്പോ അഗ്നിയുണ്ട്. ഈ ചൂടില്ലാണ്ടായാൽ നമ്മൾ മരണം എന്ന് പറയും. ചൂടുണ്ട് ശരീരത്തില്, അഗ്നി തത്വം അവിടെ ഉണ്ട്. ശരീരത്തില് ജലമുണ്ട്, അല്ലേ? നമുക്കറിയാം, വേർപ്പ്, കണ്ണീര്, രക്തം, കഫം, അങ്ങനെ ഒരുപാട് രീതിയിൽ ശരീരത്തില് ജലമുണ്ട്. ശരീരത്തിന്റെ ഷേപ്പ് തരുന്നത് പോലും ജലമാണ്. ശരീരത്തിലെ ജലം കംപ്ലീറ്റ് പോയാൽ നമ്മുടെ ഈ ഷേപ്പ് തന്നെ പോകും. ഈ തൊലിയ നമ്മളിങ്ങനെ കയ്യകാലൊക്കെ ഇങ്ങനെ മസിലൊക്കെ ആയിട്ടിരിക്കുന്നത്, ആ ഒരു ഷേപ്പ് നമുക്കുണ്ടായിരിക്കുന്നത് ജലത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. എപ്പോഴാണോ ഈ ജലത്തിന്റെ സാന്നിധ്യം പോണ, എല്ലാം ചുക്കിച്ചുളിഞ്ഞ് ആ ഷേപ്പ് അങ്ങ് പോകും. പിന്നെയോ വായു ഉണ്ട്, നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം വായു ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ആകാശമുണ്ട്. എവിടെയാണ് ആകാശം? ആകാശം വയറിനകത്ത് സ്പേസ്, ലങ്സിനകത്ത് സ്പേസ്, മൂക്കിനകത്ത് സ്പേസ്, ചെവിക്കകത്ത് സ്പേസ്, ഇവിടെയൊക്കെ ആകാശമുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ ശരീരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സ്പേസിനെയാണ്. നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്ന ഭാഗം, നമ്മുടെ ഈ ശരീരമുള്ള ഭാഗം നമ്മൾ ഈ സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നു. അതിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു മുറിക്കകത്ത്, ഫുള്ളായിട്ടൊരു മുറിക്കകത്ത് ആൾക്കാരെ കയറ്റി നിർത്തിയാൽ അറിയാം നമ്മൾ ആ സ്പേസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്. ഇനി ഒരാൾക്ക് പോലും അവിടെ കയറാൻ പറ്റില്ല എന്ന് വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കണേ? ആ മുറിക്കകത്തുള്ള സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരം ആ സ്പേസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇത് പുറത്താവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ല തിരക്കുള്ള സമയത്ത് നോക്കിയാൽ അറിയാം നമ്മൾ സ്പേസ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോ ആകാശം ഉള്ളിലും ഉണ്ട്, പുറത്തുള്ള സ്പേസിനെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ വയറ്റിൽ സ്ഥലമുണ്ടാകുന്നത് എങ്ങനെയാ? ഉള്ളില് ആകാശമുള്ളത് കൊണ്ടാണ്. വയറിനകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ആകാശമുള്ളത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്. ശ്വാസകോശത്തിലോ എങ്ങനെയാ എയർ നിറയ്ക്കാൻ പറ്റുന്നത്? ശ്വാസകത്തേക്ക് എടുത്ത് നിറയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവിടെ ആകാശം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ സ്ഥലം ഒക്കുപ്പൈ ചെയ്തിരിക്കുക. ഈ ശരീരം കൊണ്ട് ഈ സ്ഥലം ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയാൽ ഈ സ്ഥലം, ഈ ശരീരം പോയാൽ അത് വാക്കന്റ് ആവും. ഇപ്പൊ നമ്മൾ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. പിന്നെയോ പ്രാണനോ? പ്രാണൻ നിലയ്ക്കുമ്പോൾ വായുവില് ചേരും. പ്രാണൻ നേരെ പോയി വായുവിൽ ചേരും. ജലം ഭൂമിയിൽ ചേരും. ഭൂമിയായിട്ടുള്ള അംശം, അതായത് നമ്മുടെ മജ്ജ, എല്ലുകൾ, ഇങ്ങനെയുള്ള ഈ ഭൂമി തത്വവും എല്ലാം ഭൂമിയിൽ ചേരും. ഈ പഞ്ചഭൂതം എങ്ങനെ ഉണ്ടായി എന്ന് ആചാര്യർ ഇവിടെ പറഞ്ഞു. പഞ്ചഭൂതങ്ങൾ എങ്ങനെ ഉണ്ടായി? ഇത് പഞ്ചഭൂതം നമുക്ക് മനസ്സിലായി. പഞ്ചഭൂതങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു. ഈശ്വരന്റെ അടുത്തുള്ള മായാതത്വം ആണ് ഇതിന്റെ കാരണം. ഈശ്വരന്റെ അടുത്തുള്ള മായാതത്വമാണ് പഞ്ചഭൂതത്തിന്റെ ഉത്ഭവത്തിന് കാരണം. അതാണ് കാരണതത്വമായിട്ട് അവിടെ ഇരിക്കുന്നത്, മായ. ഈ മായയിൽ നിന്ന് 5, നേരത്തെ നമ്മൾ പഠിച്ചതാണ്, മറ്റു തത്വബോധമൊക്കെ പഠിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. എന്നാലും ഇവിടെ വീണ്ടും ഈ ഗ്രന്ഥത്തില് വിശദമായിട്ട് പറയുന്നുണ്ട്. മായയിൽ നിന്ന് 5 സൂക്ഷ്മഭൂതങ്ങൾ ഉണ്ടായി. മായയിൽ നിന്ന് 5 സൂക്ഷ്മഭൂതങ്ങൾ. സ്ഥൂലത്തിന് കാരണമായത് സൂക്ഷ്മം. സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലം ഉണ്ടാകുന്നത്. അപ്പൊ സൃഷ്ടി എന്നും സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമാണ്. എപ്പോഴും അങ്ങനെയാണ് സൃഷ്ടി. എങ്ങനെ? സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമാണ്. ഈ സൂക്ഷ്മത്തെ തന്മാത്ര എന്നാണ് പറയുന്നത്. ഈ സൂക്ഷ്മത്തെ പറയുന്നത് തന്മാത്ര എന്ന് ശാസ്ത്രത്തിൽ പറയും. കാരണം ഇത് കാണാൻ സാധ്യമല്ല. ഈ സൂക്ഷ്മം കാണാൻ സാധ്യമല്ല. മായയിൽ നിന്ന് ആദ്യം ഉത്ഭവിച്ച പഞ്ചഭൂതങ്ങളെ സൂക്ഷ്മ അവസ്ഥയിൽ നമുക്ക് അവയെ കാണാൻ പറ്റില്ല.
സൂക്ഷ്മം സ്ഥൂലമാകുന്നതിന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ആയി മാറാനായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് പഞ്ചീകരണം. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം തത്വബോധത്തില് അത് വിശദമായിട്ട് പഠിച്ചതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് ഇത് പറയുന്നില്ല. സ്ഥൂലമാകുന്നതിന് പഞ്ചീകരണം എന്ന് പറയും. അപ്പൊ കാരണസ്വരൂപമായ മായയിൽ നിന്ന് സൂക്ഷ്മ പഞ്ചഭൂതം, പഞ്ചീകരണം വഴി സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതത്തിൽ നിന്ന് നാം ഈ കാണുന്ന എല്ലാ ശരീരങ്ങളും ഉണ്ടായി. ഇതാണ് ആദ്യത്തെ ഭാഗം പറയുന്നത്. ഇനി രണ്ട് ഇപ്പൊ പറയുമ്പോ പല ജീവന്മാർക്ക് പലതരം ശരീരം, മൃഗശരീരം, അവയിലും പലതരത്തിലുള്ള മൃഗങ്ങൾ, പലതരം മനുഷ്യ ശരീരം, അതിൽ തന്നെ അംഗവൈകല്യമുള്ളവ, അംഗങ്ങൾ ഇല്ലാത്തവ, പലതരത്തിലുള്ള പറഞ്ഞ മാതിരി ഒരുപാട് ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള പലതരത്തിലെ വൈകല്യങ്ങളോടുകൂടിയവയും എല്ലാം ഇവിടെ ഉണ്ടാകുന്നു. എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ട് അങ്ങനെ പലതരം ശരീരം, അതിൽ തന്നെ അംഗങ്ങൾ മുഴുവൻ ഇല്ലാത്തതും അങ്ങനെയുണ്ട്, ചില അംഗങ്ങൾ പ്രവർത്തിക്കാത്തതും, അങ്ങനെ പലതരത്തിലുണ്ട്. ഒരുപാട് ഒന്നുപോലെ വേറൊന്ന് കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിന്റെ കാരണം ഇവിടെ പറയുന്നു. പഞ്ചഭൂതങ്ങൾ നമ്മുടെ സ്ഥൂല ശരീരത്തിന് സാമാന്യ കാരണം മാത്രമാണ്. പഞ്ചഭൂതങ്ങള് നമ്മുടെ ഈ ശരീരത്തിന് സാമാന്യ കാരണമാണ്. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് എങ്ങനെയുള്ള ശരീരം വേണം എന്ന് തീരുമാനിക്കുന്നത് കർമ്മഫലമാണ്. പൂർവജന്മ കർമ്മഫലമാണ് ഏത് തരം ശരീരം വേണം എന്ന് തീരുമാനിക്കും. ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഈ പഞ്ചഭൂതമായി നിർമ്മിക്കുന്ന ഈ ശരീരം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പൂർവജന്മ കർമ്മഫലമാണ്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. നമുക്കിപ്പോ എന്തെങ്കിലും അംഗവൈകല്യമുള്ളെങ്കിൽ നമ്മുടെ തന്നെ പൂർവജന്മത്തിലെ പ്രവൃത്തിയുടെ ഫലമാണത്. നല്ല ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നല്ല ഭംഗിയുള്ള ശരീരം, നല്ല ആരോഗ്യമുള്ള ശരീരം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂർവജന്മത്തില് സത്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പുണ്യം നേടിയിട്ടുണ്ട്. കണ്ടമാനം അസുഖങ്ങൾ വരുന്ന ഈ ശരീരത്തെ പ്രീണിപ്പിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ ജന്മത്തില് ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. ഇതാണ് ശാസ്ത്രം പറയുന്നത്. ശരിയാണല്ലോ? നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഓ ഈ കുഞ്ഞ് എന്ത് ചെയ്തിട്ടാ കുഞ്ഞിങ്ങനെ വന്ന് ജനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈ ജന്മത്തിൽ, എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ. ക്യാൻസർ ഒക്കെ വരുമ്പോൾ ആൾക്കാർ പറയുന്ന, ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമാണ് അത് വരുന്നത്. ഇപ്പൊ ഇല്ല, 55 വയസ്സായപ്പോ വന്നു, ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ വന്നു എന്ന് പറഞ്ഞാൽ പുണ്യം തീരുമ്പോ അതിന്റെ ഒരു ഇത് പറഞ്ഞ തീരുമ്പോൾ എന്നുള്ളതല്ല, ഒരു ഓർഡറൊന്നുമില്ല, എപ്പോ വേണമെങ്കിൽ വരാം. അതിന്റെ എങ്ങനെയാണോ അത് തീരുമാനിക്കുന്നത്, അത് പ്രകൃതിയിലെ ആ കർമ്മതത്വം നമ്മൾ നേരത്തെ പഠിച്ചു, സഞ്ചിത കർമ്മവും മറ്റു കർമ്മങ്ങളൊക്കെ പഠിച്ചു. അത് ആ സമയമാകുമ്പോ ഓരോരോ പുണ്യവും അതുപോലെ പാപവും ഒരേപോലെ ഏതേത് സമയത്താണോ വരേണ്ടത് ആ സമയത്ത് വരും. അത് നമുക്ക് എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സഞ്ചിതത്തിൽ നിന്ന് ഒരു ചെറിയ അംശമെടുത്ത് അത് പ്രാരബ്ധമായിട്ട് വന്നിരിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ പൂർവജന്മ കർമ്മ ഫലവും കൂടെ കൂടിയിട്ടാണ് ഈ പഞ്ചഭൂതങ്ങള് നമ്മളെ ശരീരത്തെ നിർമ്മിക്കുന്നത്. മനുഷ്യ ശരീരം ലഭിക്കാൻ കാരണം മൃഗശരീരം കിട്ടിയില്ലല്ലോ. ആ ഒരു മഹാഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുണ്യം ചെയ്തവരാണ്. അത്ര പോലും പുണ്യം ചെയ്യാത്തവരാണ് മൃഗശരീരങ്ങൾ കിട്ടിയിരിക്കുന്നവര്. അത് നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല. നമ്മുടെ ഈ ശരീരത്തിന്റെ മേന്മയെക്കുറിച്ച്, നമുക്ക് ഈ ഭാഗ്യം കിട്ടിയതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതിനാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു തരുന്നത്. നമ്മുടെ പൂർവജന്മ കർമ്മം അനുസരിച്ച് നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മൃഗമായി പോയേനെ. അപ്പൊ അത്രയും ദോഷമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, അത്രയും പാപമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ ജന്മത്തിൽ ഇനി ചെയ്താലോ, ചെയ്താൽ വീണ്ടും ചിലപ്പോൾ ആ ജന്മത്തിലേക്ക് പോകാം. കണ്ടമാനം പാപം ചെയ്യുന്നവര് അടുത്ത ജന്മത്തില്
മൃഗമായിട്ട് ജനിക്കും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. മൃഗമായിട്ട് ജനിച്ചാൽ സഞ്ചാരമെങ്കിലും പറ്റും, മരപ്പൊടികളായിട്ട് ജനിച്ചാൽ ചലനം പോലും ഇല്ലാതെ കണ്ട് നിൽക്കേണ്ടി വരും. അപ്പോ കർമ്മമാണ് പഞ്ചഭൂതങ്ങളോട് കൂടിയിട്ട് ഈ ശരീരത്തെ എങ്ങനെയുള്ള ശരീരം വേണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ തന്നെയാണ് ഈ ശരീരം സമ്പാദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നല്ല ശരീരം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സമ്പാദിച്ചതാണ്. നമ്മുടെ അധ്വാനം കൊണ്ട്, കഴിഞ്ഞ ജന്മങ്ങളിലെ നല്ല അധ്വാനം കൊണ്ട് സമ്പാദിച്ച ഒരു ശരീരം തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് വെക്കുന്നു അല്ലെ, സമ്പാദിച്ച് വീട് വെക്കുന്നു. മറ്റു പല കാര്യങ്ങളും, സ്ഥലം മേടിക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നു. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സമ്പാദ്യം കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഈ ജന്മത്തില് സുഖം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത സൽപ്രവർത്തികള് ഈ ജന്മത്തില് നല്ല ശരീരത്തെ തന്ന് ഇതിൽ കൂടി നല്ല സുഖഭോഗങ്ങളെ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരുന്നു. നന്നായിട്ട് ഒരാൾ സുഖമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, എല്ലാം ആസ്വദിച്ച് കഴിയുന്നുണ്ടെങ്കിൽ, നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ, കാണാനും നല്ല സുമുഖരും സുന്ദരമാണ്, അതേമാതിരി നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ, അവർക്കൊക്കെ അഭിമാനിക്കാം. കാരണം കഴിഞ്ഞ ജന്മത്തില് വളരെ നല്ല പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ നല്ല സൗന്ദര്യമുള്ള ശരീരമൊക്കെ കിട്ടിയിരിക്കുന്നത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് തന്നെയാണ്. അവനവന്റെ ഗുണം കൊണ്ട് തന്നെയാ, അവനവൻ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളില്. ഇപ്പൊ പക്ഷെ അതൊന്നും അറിയാതെ കൊണ്ട് ഇപ്പൊ അഹങ്കാരത്തിൽ കൂടി ഞാൻ നേടിയതെന്നുള്ള അഹങ്കാരം അവിടെ വരും. അഹങ്കരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ജന്മത്തിൽ അഹങ്കാരമില്ലാതെ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് അത് കിട്ടിയത്. ഈ ജന്മത്തിൽ അഹങ്കരിച്ചാൽ ഇപ്പൊ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ മോശമായ ജന്മത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഈ ജന്മത്തിൽ എന്ത് ചെയ്യണം? പരമാവധി സൽക്കർമ്മങ്ങൾ തന്നെ ചെയ്യണം. ഇനിയൊരു ജന്മം ഉണ്ടാകുമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും ഉണ്ടാകാനാണല്ലോ സാധ്യത. ഇത്രയും നമ്മൾ പഠിച്ചതനുസരിച്ച് പെട്ടെന്നൊന്നും മോക്ഷം കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും ശരീരം ഉണ്ടാകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്ത് ഇനിയും മെച്ചപ്പെട്ട സാഹചര്യങ്ങളിൽ ജനിക്കുകയും നല്ല ഒരു ഗുരുവിനെ വീണ്ടും കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുകയും നല്ല ക്ഷേത്ര സങ്കേതങ്ങളിൽ പോയി ജനിക്കുകയും ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് ഉതകുന്ന സാഹചര്യത്തിൽ ജനിക്കുകയും വേണമെന്നുള്ള രീതിയിൽ ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇനിയൊരു ജന്മം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മോക്ഷത്തിലേക്കുള്ള ഈ ആ കിട്ടുന്ന ജന്മത്തിന് അന്തിമ ലക്ഷ്യത്തിലേക്ക്, അതായത് മോക്ഷപ്രാപ്തിക്കുള്ള സാഹചര്യങ്ങൾ വന്നുപെടുകയും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ ഇത്രയും വരെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മത്തിലെ ഗുണങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് മുറുകെ പിടിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യതകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ ശരീരം പോകുന്നതിന് മുന്നേ പരമാവധി സാധനകൾ ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കണം. രോഗമില്ലാത്ത ആരോഗ്യമുള്ള ശരീരവും നമ്മുടെ സമ്പാദ്യം തന്നെയാണ്, വേറെ ആരുടെയും ഔദാര്യമൊന്നുമല്ലത്. നമ്മുടെ സമ്പാദ്യം കർമ്മ തിയറി അനുസരിച്ച് കിട്ടേണ്ടത് കിട്ടുന്നു, അതേ ഉള്ളൂ. അപ്പോ സ്വന്തം ശരീരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു രോഗം വരുമ്പോ മറ്റുള്ളവരെ പഴിക്കരുത്. ചെവി കേൾക്കുന്നില്ല, മറ്റുള്ളവരെ വഴക്ക് പറയരുത്. പെട്ടെന്ന് കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം വന്നു, മറ്റുള്ളവരെ വഴക്ക് പറയരുത്. അസുഖങ്ങൾ വരുമ്പോൾ സാധാരണ ഉള്ളൊരു ഇതാണ് മറ്റുള്ളവരെ വഴക്ക് പറയുക എന്നത്. ഒരിക്കലും പാടില്ല. നമ്മുടെ തന്നെ പ്രവൃത്തി കൊണ്ട് വരുന്നതാണ് ഇതെല്ലാം. ആരെയും പഴിക്കേണ്ട കാര്യങ്ങളില്ല. അതേമാതിരി നമ്മൾ ജനിച്ച സാഹചര്യങ്ങളൊന്നും മറ്റുള്ളവർ തന്നതല്ല, നമ്മൾ തന്നെ സമ്പാദിച്ചു കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഈ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഇരിപ്പിടം, അതാണ് ആയതനം എന്ന് പറഞ്ഞത്. ഭോഗ ആയതനം എന്ന് പറഞ്ഞില്ലേ അവിടെ? ഭോഗ ആയതനം എന്ന് പറഞ്ഞാൽ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഇരിപ്പിടം എന്നർത്ഥം. ഭോഗായതനമാത്മനഃ എന്ന് പറഞ്ഞു. ആയതനമാത്മനഃ, ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ആത്മാവിന്റെ ആയതനം, ഇരിപ്പിടം എന്ന് പറഞ്ഞു. സുഖം ദുഃഖം
അനുഭവിക്കാനുള്ള സ്ഥലമാണ്. സുഖമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ അത് അനുഭവിക്കാനുള്ള ഇരിപ്പിടം. ജീവതി ഇത് ജീവ എന്ന് പറയാം. ജീവതി ഇത് ജീവ, ജീവിക്കുന്നവൻ ജീവി. ആരാണ് ജീവിക്കുന്നത്? അയാളാണ് ജീവി. ജീവൻ എന്നതില് ഒരു അറിവ് തത്വമുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു, ജീവൻ എന്നത് ഒരു അറിവ് തത്വമാണ്. എവിടെയാണ് ഈ അറിവ് തത്വം വരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു അറിവ് തത്വം പ്ലസ് സ്ഥൂലം പ്ലസ് സൂക്ഷ്മം പ്ലസ് കാരണം ഈസ് ഈക്വൽ ടു ജീവൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അറിവ് എവിടെ വരുന്നുവോ അവിടെ പരമാത്മാ വരുന്നു. അതായത് ആത്മാ ഉണ്ട്. അതാണ് ആത്മാ. അതിനാൽ ജീവനിൽ ആത്മതത്വം ഉണ്ട്. ജീവനിൽ ആരുണ്ട്? ആത്മാ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ജീവനിൽ ആരൊക്കെയുണ്ട്? ആത്മാ പ്ലസ് സ്ഥൂലം പ്ലസ് സൂക്ഷ്മം പ്ലസ് കാരണം. നമ്മളിതെല്ലാം കൂടിയിട്ടാണ് ജീവൻ എന്ന് പറയുന്നത്. ശരിയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആത്മാ, ബാക്കിയെല്ലാം അനാത്മ. അപ്പൊ ജീവൻ എന്നതിൽ ആത്മാ എന്ത് ചെയ്യുന്നു? മനസ്സിനെ പ്രകാശിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് ആത്മാവിന്. മനസ്സിനെ പ്രകാശിപ്പിക്കും. മനസ്സിനെ പ്രകാശിക്കുമ്പോൾ മനസ്സിനെ പ്രതിബിംബിക്കാനുള്ള കഴിവ്. ഒരു കണ്ണാടി പോലെയാകും മനസ്സ്. അത് പ്രതിബിംബിക്കും. ആത്മാവിന്റെ ചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കും. ആ പ്രതിബിംബത്തെ ചിദാഭാസൻ എന്ന് പറയും. ജീവനിൽ ആത്മതത്വം ഉണ്ട്. ജീവൻ എന്നതിൽ ആത്മാ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. മനസ്സ് ശരിക്കും ജഡമാണ് മനസ്സ്. പക്ഷേ ഈ അറിവ് തത്വം, ഈ ആത്മാ ഈ ജഡമായ മനസ്സിന് ശക്തി കൊടുത്ത് അതിനെ ആത്മചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവ് കൊടുക്കും. ആത്മചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവ് ഈ ജഡമായ മനസ്സിന് കൊടുക്കുന്നത് ആരാണ്? ആത്മാ തന്നെ. അപ്പോ ജീവൻ എന്നാൽ മനസ്സും മനസ്സിലുള്ള ആത്മചൈതന്യ പ്രതിബിംബവും എന്നും കൂടെ വന്നു. മനസ്സും മനസ്സിലുള്ള ആത്മചൈതന്യ പ്രതിബിംബവും. അതായത് ജീവൻ ഈസ് ഈക്വൽ ടു പരമാത്മാ പ്ലസ് മനസ്സ് പ്ലസ് മനസ്സിലെ പരമാത്മ പ്രതിബിംബം. അടുത്തൊരു അഡീഷണൽ അറിവാണ് വരുന്നത്. ജീവൻ എന്നാൽ പരമാത്മാ പ്ലസ് മനസ്സ് പ്ലസ് മനസ്സിലെ പരമാത്മ പ്രതിബിംബം. പക്ഷേ അജ്ഞാനം മൂലം, അറിവില്ലായ്മ മൂലം നമ്മളെല്ലാവരും തന്നെ മനസ്സിനെയും മനസ്സിലെ ആത്മചൈതന്യ പ്രതിബിംബത്തെയും ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും ആരാണ് ജീവൻ? പരമാത്മാ പ്ലസ് മനസ്സ് പ്ലസ് മനസ്സിലെ പരമാത്മ പ്രതിബിംബം. നമ്മൾ എന്ത് ചെയ്യണു? ആദ്യത്തെ പരമാത്മാ എന്നുള്ളതിനെ വിസ്മരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിനെയും മനസ്സിലുള്ള ആത്മചൈതന്യ പ്രതിബിംബത്തെയും ഞാൻ എന്ന് പറയുന്നു. ആത്മാവിനെ നാം അറിയുന്നില്ല അജ്ഞാനം മൂലം. ഇത് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിന് മനസ്സിലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ ഒരു ഇരിപ്പിടം വേണം. മനസ്സ് സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരത്തിന് ഭോഗങ്ങളെ അനുഭവിക്കാൻ ചുമ്മാ പറ്റുമോ? സൂക്ഷ്മ ശരീരത്തിന് വെറുതെ എങ്ങനെ അനുഭവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിന് സ്ഥൂലം വേണം. അപ്പൊ സ്ഥൂലത്തിലിരിക്കും. സൂക്ഷ്മ ശരീരം സ്ഥൂല രൂപം എടുക്കുമ്പോൾ അതിനനുഭവിക്കാൻ പറ്റും. അപ്പൊ സൂക്ഷ്മ ശരീരത്തിന് മനസ്സിലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ ഒരു ഇരിപ്പിടം വേണം, ഒരു ആയതനം വേണം. അതാണ് സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെച്ചില്ലെങ്കിൽ പുറം ലോകത്തു നിന്ന് സുഖദുഃഖങ്ങൾ ലഭിക്കുകയില്ല. സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ ഒരു അഭിമാനം വെച്ചില്ലെങ്കിൽ പുറം ലോകത്തു നിന്ന് സുഖമോ ദുഃഖമോ ഒന്നും നമുക്ക് ലഭിക്കില്ല, അനുഭവിക്കാൻ പറ്റുകയുമില്ല. സ്ഥൂല ശരീരം ഉണ്ടെങ്കിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഗാഠനിദ്രയില് നമുക്ക് സ്ഥൂല ശരീര അഭിമാനമില്ല. നന്നായിട്ട് ഉറങ്ങുമ്പോൾ, അഗാധമായ ഒരു ഉറക്കത്തിൽ പോയി കഴിയുമ്പോൾ
സ്ഥൂല ശരീരബോധമില്ലല്ലോ. അപ്പൊ ഒന്നും അറിയുന്നില്ല. ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് പറയുന്ന സമയത്ത് സുഖമോ ദുഃഖമോ അറിയുന്നില്ലല്ലോ. ഒന്നും അറിയാതെ ഇല്ലേ ഇരിക്കുന്നേ. അപ്പൊ എന്തെങ്കിലും അറിയണമെങ്കിൽ ആര് വേണം? സ്ഥൂല ശരീരം വേണം. സൂക്ഷ്മ ശരീരത്തിലോ സൂക്ഷ്മ ശരീരം വഴി അനുഭവിക്കുന്നുണ്ട്. അവിടെ അത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അതിലൊരു സൂക്ഷ്മം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥൂലം അവിടെ ഉണ്ട്. അത് പുറത്ത് കാണാൻ പറ്റില്ല. അപ്പോഴും അതിൽ കൂടെയാണ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ശരിയായിട്ടുള്ള നല്ല സുഷുപ്തിയിലോ ഇതിലേക്ക് പോയി കഴിയുമ്പോൾ ഒന്നും അറിയുന്നില്ല. കാരണം അവിടെ സ്ഥൂലം ഒട്ടും ഉപയോഗിക്കുന്നില്ല. അപ്പൊ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെച്ചില്ലെങ്കിൽ പുറം ലോകത്ത് നിന്ന് സുഖമോ ലുക്കമോ ലഭിക്കില്ല, അനുഭവിക്കാൻ പറ്റില്ല. ഗാഠനിദ്രയില് നമുക്ക് സ്ഥൂല ശരീര അഭിമാനമില്ല, അപ്പൊ ഒന്നും അറിയുന്നുമില്ല. മനസ്സ് ദേഹാഭിമാനം വിട്ടുകളയുന്ന ആ സമയത്ത് എങ്ങനെ ഉറങ്ങി, എവിടെയാ ഉറങ്ങി, ഒന്നും ആ സമയത്ത് അറിയുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് അറിയുന്നില്ല എവിടെ ഉറങ്ങണമെന്നൊന്നും. ഉറങ്ങി കഴിഞ്ഞാലേ പിന്നെ എണീക്കുമ്പോഴേ അറിയുന്നുള്ളൂ. ആ സമയം പുറം ലോകത്തിലെ ഒരു സുഖവും നമുക്ക് ലഭിക്കുന്നുമില്ല. കാരണം ദേഹബോധം ആ സമയത്ത് ഇല്ല. ദേഹബോധം പോയി. ദേഹബോധം പോയാൽ ലോകബോധം പോവും എന്ന് പറയുന്നു. ദേഹബോധം പോയാൽ ലോകബോധവും പോവും. അപ്പോൾ സുഖദുഃഖവും ഇല്ല. ലോകത്തിൽ നിന്ന് സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ ഉടൽ വേണം. അതിനാൽ മരണശേഷം, അതായത് സ്ഥൂല ശരീരം പോയ ശേഷം വീണ്ടും പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കുവാനായി മനസ്സ് എന്ന സൂക്ഷ്മ ശരീരം ഒരു സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നുണ്ട്. അതാണ് വീണ്ടും ജന്മമെടുക്കുക എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരം ഈ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലത്തെ അനുഭവിക്കാനായി ആയതനം വേണം, ഇരിപ്പിടം വേണം. അതിനായി ഈ ശരീരം വിട്ടു കഴിയുമ്പോൾ പഴക്കം കൊണ്ട് ഇത് കേടുവന്നു, ഇത് ജീർണിച്ചു, ഇതിനെ കളഞ്ഞിച്ച് വേറെ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു. സിമ്പിളാണ് കാര്യം. ആ ഒരു ശരീരത്തെ വിടൽ നമ്മൾ മരണമായിട്ട് പറയുന്നു. വേറൊരു ശരീരത്തെ സ്വീകരിക്കൽ ജനനമായിട്ട് നമ്മൾ പറയുന്നു. ഈ നാലാമത്തെ പോയിന്റ്, ജീവൻ സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ ജാഗ്രത് അവസ്ഥ എന്ന് പറയും. ജീവൻ സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ ജാഗ്രത് അവസ്ഥ. ആ ഒരു അവസ്ഥയുടെ പേരാണ് ജാഗ്രത്. സ്ഥൂല ശരീരത്തിൽ അഭിമാനമുള്ള സമയം. ഓരോ ജീവനും ശാസ്ത്രം 3 അവസ്ഥകളെ പറയുന്നുണ്ട്. ഓരോ ജീവനും ശാസ്ത്രം 3 അവസ്ഥകളെ പറഞ്ഞു തരുന്നുണ്ട്. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ദേഹ അഭിമാനത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥ ജാഗ്രത്. ഉറക്കത്തിൽ പുറത്തുള്ള ഈ ലോകത്തെ മറക്കുന്നു. സ്ഥൂലമായ ലോകം ഉറക്കത്തിൽ ഇല്ല, പക്ഷെ സ്വപ്നമുണ്ട്. പുറം ലോകവും ഇല്ല, സ്വപ്നവുമില്ല. അടുത്ത അവസ്ഥയിൽ സ്വപ്നാവസ്ഥയിൽ പുറം ലോകമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് പുറം ലോകവുമില്ല, സ്വപ്നവുമില്ല, ഒന്നുമില്ല, അത് സുഷുപ്തി. ഇങ്ങനെ അവസ്ഥാത്രയങ്ങൾ ഉണ്ടാവും. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥാശ്രയങ്ങൾ. ഒരു ജീവൻ എപ്പോൾ ജാഗ്രത് വരും, എപ്പോൾ സ്വപ്നം വരും, എപ്പോൾ സുഷുപ്തി വരും എന്ന ചോദ്യം സ്ഥൂല ശരീരത്തിലെ അഭിമാനം വെക്കുമ്പോൾ ജാഗ്രത്. ഒരു ജീവൻ എപ്പോഴാണ് ഈ 3 അവസ്ഥകള്? സ്ഥൂല ശരീരത്തില് അഭിമാനം വെക്കുമ്പോൾ ജാഗ്രത അവസ്ഥ. സൂക്ഷ്മ ശരീരത്തില് മനസ്സിൽ മാത്രം, സൂക്ഷ്മ ശരീരത്തിൽ അഥവാ മനസ്സിൽ മാത്രം അഭിമാനം വെക്കുമ്പോ സ്വപ്ന അവസ്ഥ. അപ്പൊ മനസ്സൊരു ലോകം സൃഷ്ടിച്ച് നമ്മൾ ആ ലോകത്ത് വിഹരിക്കുകയാണ്. ഒരു ലോകം നമ്മൾ തന്നെ സൃഷ്ടിച്ച്, നമ്മുടെ മനസ്സ് തന്നെ സൃഷ്ടിച്ച് നമ്മൾ അവിടെ വിഹരിക്കുന്നു. സ്ഥൂല ശരീരത്തിന്റെ ബോധമില്ല, സൂക്ഷ്മ ശരീരത്തിൽ ബോധമുണ്ട്. അതാണ് സ്വപ്നാവസ്ഥ. സ്ഥൂലവും സൂക്ഷ്മവും അഭിമാനമില്ലാണ്ടാകുമ്പോ സൂക്ഷ്മ ശരീരത്തിലും അഭിമാനമില്ല, സ്ഥൂല ശരീരത്തിലും അഭിമാനമില്ല. ആ സമയം സുഷുപ്തി. അപ്പൊ കാരണ ശരീരത്തിൽ മാത്രം അഭിമാനം. സ്ഥൂലവും സൂക്ഷ്മവും അഭിമാനം വെടിയുന്നു,
കാരണശരീര അഭിമാനം മാത്രം. കാരണശരീരം ഇല്ലാണ്ടാകാൻ പറ്റത്തില്ലല്ലോ, ഉണ്ടല്ലോ. അപ്പൊ ആ കാരണശരീരത്തിൽ ബാക്കിയെല്ലാം ഒടുങ്ങി അവിടെ ഇരിക്കുമ്പോ ആ അവസ്ഥയ്ക്ക് സുഷുപ്തി എന്ന് പറയും. ജാഗ്രത്തില് കാരണം സ്ഥൂല ശരീരം, ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിലും ആചാര്യര് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ ആചാര്യര് ഓർമ്മപ്പെടുത്തും. അപ്പോ പഞ്ചകൃതേഭ്യഃ ഭൂതേഭ്യഃ, അതൊക്കെയാണ് നമ്മളിപ്പോ ശ്ലോകത്തിന്റെ ഒരു സാമാന്യ അർത്ഥം നോക്കണം. പഞ്ചീകൃതേഭ്യോ ഭൂതേഭ്യഃ സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ. പഞ്ചീകൃതേഭ്യഃ പഞ്ചീകരണം ചെയ്യപ്പെട്ട, ഭൂതേഭ്യഃ ഭൂതങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങളിൽ നിന്ന്, സ്ഥൂലേഭ്യഃ സ്ഥൂലമായതിൽ നിന്ന്, പൂർവകർമ്മണ മുജ്ജന്മ കർമ്മഫലത്താൽ, ഈ ജന്മം നല്ലത് ചെയ്താൽ അടുത്ത ജന്മം നല്ലത് വരുന്നുള്ള എന്റെ മീനിങ് അവിടെ പറയും. അപ്പോ പഞ്ചീകൃതേഭ്യഃ ഭൂതേഭ്യഃ സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ, പൂർവകർമ്മഫലമായിട്ട് പഞ്ചീകൃതമായ സ്ഥൂലത്തിൽ നിന്ന്, പഞ്ചീകൃതമായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചീകൃതമായിട്ട് നമ്മുടെ ഈ ശരീരം നമുക്ക് കിട്ടുന്നു. പൂർവകർമ്മ ഫലമായിട്ട് സമുൽപ്പന്നം, അങ്ങനെ ഉണ്ടായതാണ്. എന്ത്? ഇദം സ്ഥൂലം. പഞ്ചീകൃതേഭ്യഃ ഭൂതേഭ്യഃ സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ സമുത്പന്നം ഇദം സ്ഥൂലം. ഭോഗ ആയതനം. ഇദം സ്ഥൂലം എന്താണ്? പിന്നെ ഭോഗ ആയതനം, സുഖ ദുഃഖങ്ങളെ അനുഭവിക്കാനുള്ള ഇരിപ്പിടമാണ്. ഇപ്പോ നമ്മള് സാധാരണ ഈ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? പെട്ടെന്ന് ആദ്യം നല്ല തിരക്കുണ്ടെങ്കിൽ ആദ്യം പോയി നമ്മുടെ സീറ്റ് പിടിക്കും, പിന്നീടാണ് ലഗേജ് ഒക്കെ പതുക്കെ അങ്ങോട്ട് എത്തിക്കുന്നത്. അതുപോലെയാണ് ആദ്യം ശരീരം വരും, പിന്നെ പുറകെ കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം ആ ശരീരത്തിന്റെ രീതി അനുസരിച്ച് എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പുറകെ വരും. അപ്പോ അവസ്ഥ ജാഗരസ്തസ്യ, അതിന്റെ അവസ്ഥ ജാഗരസ്തസ്യ സ്ഥൂലാർത്ഥാനുഭവോ യതഃ. തസ്യ ആ സ്ഥൂല ശരീരത്തിന് ജാഗര അവസ്ഥ, ഉണർന്ന അനുഭവം, സ്ഥൂല അർത്ഥ അനുഭവ യതഃ, അതുകൊണ്ട് അത് കാരണമായി. ഏത് കാരണമായി? നേരത്തെ പറഞ്ഞ ഈ ആയതനമായതുകൊണ്ട്, ഈ സുഖദുഃഖങ്ങളെ അനുഭവിക്കേണ്ടത് കൊണ്ട് ഈ ശരീരം ജാഗ്രത അവസ്ഥയിലേക്ക് എപ്പോഴും വരും. അതുകൊണ്ടാണ് ജാഗ്രത അവസ്ഥയും വരുന്നത്. ഇത് അനുഭവിക്കണമല്ലോ, ജാഗ്രതയിലല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കർമ്മഫലമെല്ലാം അനുഭവിക്കാനായിട്ട് ജാഗ്രത അവസ്ഥയിലേക്ക്, അവസ്ഥ ജാഗരസ്തസ്യ സ്ഥൂലാർത്ഥാനുഭവോ യതഃ, സ്ഥൂലാർത്ഥാനുഭവം, ആ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജാഗരസ്തസ്യ അവസ്ഥ, ഈ ജാഗ്രത അവസ്ഥ അതിന് വരുന്നു. പുറം ലോക അനുഭവം, സ്ഥൂല ശരീരം കൊണ്ട് സ്ഥൂല അർത്ഥ അനുഭവം എന്ന് പറയുന്നത് അതാണ് പുറം ലോക അനുഭവം. ഈ ശ്ലോകത്തില് ആചാര്യര് അനാത്മാ എന്ന് തന്നെയാണ് സ്ഥൂല ശരീരത്തെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അനാത്മ. അനാത്മാവാണ് സ്ഥൂല ശരീരം. ഇനി സൂക്ഷ്മ ശരീരത്തെ കുറിച്ചാണ് ആചാര്യസ്വാമികള് പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സൂക്ഷ്മ ശരീരത്തെ കുറിച്ച്. അതിനുള്ള ശ്ലോകം എന്താണെന്ന് നോക്കാം. വാഗാതി പഞ്ച ശ്രവണാതി പഞ്ച പ്രാണാതി പഞ്ചാബ്രമുഖാണി പഞ്ച ബുദ്ധ്യാദ്യ വിദ്യാപി കാമകർമ്മണി പുര്യഷ്ടകം സൂക്ഷ്മ ശരീരമാഹുഃ. വാഗാതി പഞ്ച ശ്രവണാതി പഞ്ച പ്രാണാതി പഞ്ചാബ്രമുഖാണി പഞ്ച ബുദ്ധ്യാദ്യ വിദ്യാപി ച കാമകർമ്മണി പുര്യഷ്ടകം സൂക്ഷ്മ ശരീരമാഹുഃ.
ഇതുവരെ വളരെ ലളിതമായിട്ട് സൂക്ഷ്മ ശരീരത്തെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അതിനെ മനസ്സ് എന്ന് പറഞ്ഞിരുന്നത്. ലളിതമായി മനസ്സിലാക്കുവാനായിട്ട് ഇതുവരെ സൂക്ഷ്മ ശരീരം എന്നതിനെ ഒറ്റ വാക്കില് മനസ്സ് എന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഈ ശ്ലോകത്തിലൂടെ ആചാര്യര് സൂക്ഷ്മ ശരീരത്തെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോവാണ്. കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സ് എന്ന ഒറ്റ വാക്കിൽ നിർത്തുന്നതിന് പകരം കുറെ കൂടെ വ്യക്തമായിട്ട് സൂക്ഷ്മ ശരീരത്തെ പറഞ്ഞു തരാൻ പോകുന്നു. സാധാരണ 19 അംശം ചേർന്ന സൂക്ഷ്മ ശരീരം എന്ന് പറയും. തത്വബോധത്തിൽ പഠിച്ചു 19 അംശം ചേർന്ന സൂക്ഷ്മ ശരീരം. എന്തൊക്കെയാണത്? 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 പ്രാണൻ, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. അങ്ങനെ 19. 3, 5, 15, 4, 19. 5 കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 പ്രാണൻ, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇവിടെ വേറൊരു രീതിയിലാണ് പറയുന്നത്. സാധാരണ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ പഠിച്ചത് 3, 5, 15, 4, 19 എന്നുള്ളതിലേക്ക്. ഇവിടെ ആദ്യം 5 കർമ്മേന്ദ്രിയങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ പെടുന്നു എന്ന് പറയുന്നുണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ പെടുന്നു എന്ന് പറയുന്നു. ഇവിടെ കർമ്മം ചെയ്യുവാനുള്ള ശക്തി തരുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. കർമ്മം ചെയ്യുവാനുള്ള ശക്തി തരുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നു. കർമ്മം ചെയ്യുന്ന ഓരോ അംഗങ്ങളിലും, നമ്മുടെ ശരീരത്തിലെ കർമ്മം ചെയ്യുന്ന ഓരോ അംഗങ്ങളിലും, അതായത് കണ്ണിന് കാണാൻ പറ്റാതെ, നമ്മളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാതെ അന്തർലീനമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ശക്തിവിശേഷം. ആ ശക്തിവിശേഷത്തെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആ ശക്തിവിശേഷമാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. കൈകൊണ്ടൊരു കാര്യം എടുക്കണമെങ്കിൽ ഒരു ശക്തി വേണം, ഒരു ഉള്ളിലിരുന്നൊരു ശക്തി അതിനെ പ്രവർത്തിപ്പിക്കണം. കൈകൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അത് കൈകൊണ്ട് ചെയ്യിപ്പിക്കും, കാലുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയെ കാലുകൊണ്ട് ചെയ്യിപ്പിക്കും, കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയെ കണ്ണുകൊണ്ട് ചെയ്യിപ്പിക്കും, ചെവി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയെ ചെവി കൊണ്ട് ചെയ്യിപ്പിക്കും. ഈ ഒരു ശക്തി, അതാത് സ്ഥലങ്ങളിൽ ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ശക്തിയെ കുറിച്ച് ഇവിടെ പറയുന്നു. അതിനെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. പുറത്ത് നമ്മൾ കാണുന്നതിന് ഗോളകം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. പുറത്ത് കാണുന്ന ചെവി, പുറത്ത് കാണുന്ന ചെവി, പുറത്ത് കാണുന്ന കണ്ണ്, പുറത്ത് കാണുന്ന മൂക്ക്, ഇതൊക്കെ ഗോളകങ്ങളാണ്. ഇതിനകത്തുള്ള ഒരു ശക്തിയാണ്, ഈ ഗോളകങ്ങൾക്കകത്ത് ഇരുന്ന് ആ പ്രവൃത്തി ചെയ്യുന്ന ഒരു ശക്തിയാണ്, ഒരു ശക്തിവിശേഷമുണ്ട്. അതിനെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ കർമ്മേന്ദ്രിയം വാക്ക് ആണ്. ആദ്യത്തെ കർമ്മേന്ദ്രിയം വാക്ക്, അതായത് നാക്ക്. സ്വാദ് അറിഞ്ഞു പോകും മാത്രമല്ല അതിന്റെ കാര്യം. സ്വാദറിയുമ്പോൾ ജ്ഞാനേന്ദ്രിയമാണ്. സംസാരിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോഴൊക്കെയാണ് അത് കർമ്മേന്ദ്രിയം എന്നുള്ള രീതിയിൽ പറയുന്നത്. 2 ഇന്ദ്രിയത്തിനും ഇതിന് സ്ഥാനമുണ്ട്. നാക്കിന് ജ്ഞാനേന്ദ്രിയവുമാണ്, അതേസമയം കർമ്മേന്ദ്രിയവുമാണ്. ഏറ്റവും മുഖ്യമായൊരു കർമ്മമാണ് സംസാരിക്കുക എന്നുള്ളത്. എല്ലാ മനുഷ്യരും, ലോകത്തിലെ എല്ലാ മനുഷ്യരും സംസാരിക്കുന്നവരാണ്. സംസാരിക്കാതെ കൊണ്ട് ഒരു കാര്യം മുന്നോട്ട് പോയില്ല. ഓരോരോ ഭാഷകൾ, അവനവൻ്റെതായ ഭാഷകൾ എല്ലാവർക്കും ഉണ്ട്. ഏത് കാടുജാതിയാണെങ്കിലും അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്. സംസാരിക്കുന്നത് കൊണ്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഏത് മനുഷ്യ സമൂഹത്തിലും സംസാരം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പറയാ, സംസാരിക്കാൻ അറിഞ്ഞാൽ എങ്ങനെയും ജീവിച്ചു പോകാമെന്ന് പറയും. പഴയ ആൾക്കാർ പറയും, വർത്തമാനം പറയാൻ അറിയുന്നുണ്ടെങ്കിൽ എങ്ങനെയും ജീവിച്ചു പോകാം. കാരണം അതാണ് പ്രധാനം. സംസാരിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനം. പ്രവൃത്തി ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങൾ. സംസാരിക്കുന്നത് സ്ഥൂലകർമ്മം ആണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും അത് സൂക്ഷ്മമാണ്. അല്ലേ? സംസാരിക്കുന്നത് സ്ഥൂലകർമ്മം എന്ന് തോന്നാമെങ്കിലും നാവ് സ്ഥൂലമാണല്ലോ, അതുകൊണ്ട് നമുക്ക് തോന്നാം. ഇല്ലേ? നാക്ക് സ്ഥൂലമായിട്ട് നമുക്ക് കാണുന്നുണ്ട് നാക്കിനെ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ഈ കർമ്മവും സ്ഥൂലകർമ്മമാണല്ലോ എന്ന് നമുക്ക് തോന്നാം.
പക്ഷേ നാക്കുള്ളവരും സംസാരിക്കാനുള്ള കഴിവില്ലാത്തവരായിരിക്കുന്നത് നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. ഊമ എന്ന് പറയുന്നത്. നാക്കുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റാത്തവര് ഊമ എന്ന് നമ്മൾ പറയും. ചെവിയുണ്ട്, ചെവി കേൾക്കാൻ പറ്റാതിരിക്കുന്നവർ ബധിരന്മാരെന്ന് പറയും. അപ്പോ ആ ഇന്ദ്രിയം ഗോളകം ഉണ്ടെങ്കിലും ഇന്ദ്രിയമകത്തില്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. അപ്പൊ ഗോളകം മാത്രം പോരാ, ഗോളകത്തിനകത്ത് ഇന്ദ്രിയം, ആ ശക്തി വേണം. നാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് സംസാരിക്കാനുള്ള കഴിവ്. നാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് സംസാരിക്കാനുള്ള കഴിവ്. രണ്ടാമത് കർമ്മേന്ദ്രിയം, അതായത് കൈകൾ. രണ്ടാമത്തെ കർമ്മേന്ദ്രിയം. ഇപ്പൊ നാക്കിനെ കുറിച്ച് പറഞ്ഞു, ഇനി രണ്ടാമതായിട്ട് പറയുന്നു കൈകളെ കുറിച്ച് പറയുന്നു. സ്ഥൂലമായ അംഗമാണ്, വളരെ സ്ഥൂലമായ ഒരു അംഗമാണ് കൈകാലുകൾ. എങ്കിലും പ്രവർത്തിക്കുന്ന ശക്തി അതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ കൈകളെ പ്രവർത്തിപ്പിക്കുന്നത്. കാരണം കൈ തളർന്ന ആൾക്കാരും കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തവരും, കൈകളുണ്ട് പക്ഷെ കൈകൊണ്ട് ഒന്നും അനക്കാനും പിടിക്കാനും പറ്റാത്തവരെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത് പാദഹ, കാലുകൾ, നടക്കുന്ന ശക്തി. മൂന്നാമത് പാദഹ, കാലുകൾ, നടക്കുന്ന ശക്തിയുണ്ട് അതിന്. നാലാമത് വായു, അതായത് മലവിസർജന ശക്തി. നാലാമതായിട്ട് പറയുന്നത് മലവിസർജന ശക്തിയുള്ള വായു. ശരീരത്തിൽ ആവശ്യമില്ലാത്തതിനെ പുറത്തേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഊർജമെല്ലാം എടുത്ത ശേഷം ബാക്കി പുറത്തേക്ക് കളയുമ്പോൾ അത് പുറത്ത് പോവാതിരുന്നാൽ പറ്റത്തില്ലല്ലോ. അതിന് മലവിസർജന ശക്തി, പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു ശക്തിയുള്ള ഒരു ഭാഗമാണ് വായു. പിന്നെ ഉപസ്ഥഹ, ജനനേന്ദ്രിയ ശക്തി. അല്ലെ, അതും വേണ്ട. അഞ്ചാമതായിട്ട് ഉപസ്ഥഹ. ഈ ലോകം നിലനിൽക്കുന്നത് വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ എല്ലാ ജീവികൾക്കും അതുണ്ട്. ഈവൻ വൃക്ഷങ്ങൾക്ക് പോലും അതുണ്ടല്ലോ. അതിൽ നിന്ന് വരുന്ന വിത്ത് മുളച്ച് ഇങ്ങനെ ഉണ്ടാവും. ഭൂമി നിലനിൽക്കുന്നത് അങ്ങനെയാണ്. വീണ്ടും 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 ജനനം മരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ജനനേന്ദ്രിയ ശക്തി ആവശ്യമാണ്. അത് ഉപസ്ഥത്തിലാണ് ജനനേന്ദ്രിയ ശക്തി. ഇതിന് പറയും വാക് പാണിപാത പായു ഉപസ്ഥ എന്ന് സംസ്കൃതത്തിൽ പറയും. വാക് പാണിപാത പായു ഉപസ്ഥാഹ. ഈ അഞ്ചിനെയും ചേർത്ത് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഓരോ ശക്തിയും അതാത് സ്ഥലങ്ങളിലാണ് വെളിപ്പെടുന്നത്. ഒരു ഇന്ദ്രിയ ശക്തി വേറൊരു ഇന്ദ്രിയത്തിൽ പോയി വെളിപ്പെട്ടാൻ പറ്റില്ല. അപ്പൊ സംസാരിക്കാനുള്ള കഴിവാകുന്ന ആ ഇന്ദ്രിയ ശക്തി ചെവിയിൽ പോയിട്ട് കേൾവിയായിട്ട് മാറാൻ പറ്റുമോ? പറ്റില്ല. ഓരോ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ പഠിച്ചു. ഓരോ ദേവതമാരെയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ ഒന്നും വൃത്തിയായിട്ട് പറയുന്നില്ല, അവിടെ പറയുന്നുണ്ട്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതമാരെയൊക്കെ പറയുന്നുണ്ട്. കണ്ണിനൊരു ദേവത, ചെവിക്കൊരു ദേവത, മൂക്കിനൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഓരോ ഇന്ദ്രിയങ്ങളുടെ അകത്തും ഓരോ ഇന്ദ്രിയങ്ങളും അതാത് അവനവന് കിട്ടിയിരിക്കുന്ന അതാത് ജോലികളാണ് അവർ ചെയ്യുക. അതാത് സ്ഥലങ്ങളിൽ അവർ വെളിപ്പെട്ടാലേ അതാത് ജോലികൾ അവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഇനി പറയുന്നു. അതായത് അറിവ് നൽകുന്ന 5, നമുക്ക് അറിവ് നൽകുന്ന 5 ഇന്ദ്രിയം, ജ്ഞാനേന്ദ്രിയങ്ങൾ. എന്തൊക്കെയാണ്? ശ്രോത്രം, അതായത് ചെവി, അത് കേൾവി ശക്തി. ആ കേൾവി ശക്തി കണ്ണിന് കാണാൻ കഴിയോ? ഇല്ല. പുറത്ത് കാണുന്നതോ? അത് ചെവി, അല്ലെ? അത് ഗോളകം. പക്ഷെ അതിനകത്തുള്ള ശക്തിയെ നമുക്ക് കണ്ണിന് കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് സൂക്ഷ്മമാണ് എന്ന് പറയുന്നത്. ത്വക്ക്, തൊട്ടറിയുന്ന ശക്തി. എന്തിനെങ്കിലും തൊട്ട് അറിയുന്ന ഒരു ശക്തി നമ്മുടെ ത്വക്കിനുണ്ട്. അതായത് സ്പർശന ശക്തി. ഇതും സൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. മൂന്നാമത് കാഴ്ച ശക്തി, കണ്ണിലൂടെ കാണുവാനുള്ള ശക്തി. അതും സൂക്ഷ്മമാണ്. നമുക്ക് കാണുന്നുണ്ട് നമ്മൾ, അത് ആ ശക്തി ഉപയോഗിച്ചിട്ടാണ്. കണ്ണുള്ളവർ കാണാതിരിക്കുന്നുണ്ടല്ലോ, അവരുടെ ആ ശക്തി പ്രവർത്തിക്കാത്തതാണ്. നാലാമത് നാക്ക്, രുചി അറിയുന്നതിനുള്ള നാക്കിനെയാണ് ഇവിടെ ജ്ഞാനേന്ദ്രിയമായിട്ട് പറയുന്നത്. അഞ്ചാമത് ഘ്രാണശക്തി, മണം അറിയുവാനുള്ള ശക്തി. ഈ 5 ശക്തിയും ധാരാളം അറിവിനെ തരുന്നതിനാൽ ഇതിനെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ഇതിനെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി എന്താ ഉള്ളത്? 5 പ്രാണന്മാരുണ്ട്. 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം, ഇനി 5 പ്രാണന്മാർ. പ്രാണശക്തി 5. പ്രാണഹ, വായുവിനെ പുറത്ത് കളയുന്ന ഒരു ശക്തി. അതായത് അകത്തേക്ക് നമ്മൾ എടുക്കുന്ന വായു പുറത്തേക്ക് പോയേ പറ്റുള്ളൂ. അകത്തെടുത്തിട്ട് പോകാതിരുന്നാൽ പറ്റുമോ? അകത്ത് വന്ന് ഓക്സിജനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ സർക്കുലേഷൻ പരിപാടികളൊക്കെ ചെയ്ത്
ബ്ലഡിനെ പ്യൂരീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെല്ലാമോ ചെയ്യുന്നുണ്ട് ഈ ശക്തി, പ്രാണശക്തി അകത്തി വന്നിട്ട്. അത് പുറത്തേക്ക് പോയിരുന്നാൽ പറ്റുമോ? പറ്റില്ല. പുറത്തേക്ക് പോയിട്ട് വീണ്ടും വേറെ വീണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് അകത്തേക്ക് വരും. അപ്പോ അകത്തേക്ക് പോയ വായുവിനെ പുറത്തു വിടുന്ന ഒരു ശക്തിയാണ് പ്രാണൻ. പ്രാണഹ എന്ന് പറയുന്ന 5 പ്രാണന്മാരില് പ്രാണഹ എന്ന് പറയുന്നത് മെയിനായിട്ട് പറയുന്നത് പുറത്തേക്ക് വിടുന്ന ആ വായുവിനെയാണ്. അപാനഹ, അകത്തേക്ക് എടുക്കുന്ന ശക്തി, വായുവിനെ അകത്തേക്ക് എടുക്കുന്ന ശക്തി, അതാണ് അപാനം, അകത്തേക്ക് എടുക്കുന്ന ശക്തി. പിന്നെ സമാനഹ, എന്താണ്? ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ശക്തി. വയറ്റില് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ വായുവിന്റെ ശക്തിയാണ്. അത് ആ ശക്തിക്കാണ് സമാനഹ എന്ന് പറയും. പിന്നെ വ്യാനഹ, ഭക്ഷണവീര്യത്തെ, ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു വ്യാനൻ. ആ ശക്തിയാണ് വായുവിനകത്തുള്ള വ്യാനൻ എന്ന ശക്തിയാണ്. ഈ പ്രാണൻ എന്ന് പറഞ്ഞ ഒരു വായു വന്നപ്പോ ആ വായുവിനകത്ത് 5 ഭാഗങ്ങളുണ്ട്, 5 ശക്തികളുണ്ട് അതിനകത്ത്. ആ ശക്തിയിൽ വ്യാനൻ എന്ന ശക്തിയാണ്. അതാണ് സൂക്ഷ്മമാണെന്ന് പറയുന്നത്. ഒക്കെ സൂക്ഷ്മമാണെന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ആവശ്യമനുസരിച്ച് ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും വേണ്ട പോഷകങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ആള് വ്യാന. പിന്നെ ഉദാനൻ. ഉദാനൻ തലകീഴായി സഞ്ചരിക്കുന്ന ഒരാളാണ്. ഉദാനൻ തലകീഴായി സഞ്ചരിക്കും, റിവേഴ്സ് ഓർഡറിലാണ് സഞ്ചരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണത്. ഭക്ഷണം വായിലിട്ടാൽ ഉടനെ താഴെ വയറിലേക്ക് അത് എത്തുന്നു. അങ്ങനെ എത്തുക, നമ്മൾ പറയും വിഴുങ്ങിയിട്ടാണ്, വിഴുങ്ങാൻ പോണ്ടേ. അതിന് ഈ ശക്തി താഴേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഒരു ശക്തി താഴേക്ക് എത്തിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ഒരു ശക്തി പറഞ്ഞു, വായുവിനെ അകത്തേക്ക് എടുക്കുന്ന ശക്തി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ശക്തി ഇതിനെ ഭക്ഷണത്തെ താഴേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ മോശമായ ഒരു ഭക്ഷണത്തെ പുറത്തേക്ക് ഛർദിയായി തള്ളുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ നാച്ചുറലായിട്ട് ഛർദിക്കണമെന്ന് പറയണു, പക്ഷെ അതിന്റെ പുറകിലുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാക്കണം. അകത്ത് എങ്ങനെയാണോ ഈ വായുക്കള് ആഹാരത്തെ ദഹിപ്പിക്കുകയും പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്, അതുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ് ശരീരത്തിന് പറ്റാത്തതിനെ, ശരീരത്തിന് ദഹിക്കാതിരിക്കുന്നതിനെ, ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ഇതിനെ ആ ഭക്ഷണത്തിനെ ഉടനെ പുറത്തേക്ക് തള്ളികളെ. അകത്തേക്ക് ചെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല, നമ്മളറിയാതെ തന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ളതാണ് അകത്തേക്ക് പോയെങ്കിൽ നമ്മൾ സ്വാദ് നോക്കി കഴിച്ചു, അത് നമുക്ക് ശരീരത്തിന് പറ്റാത്തതാണെങ്കിൽ ഇപ്പം തട്ടിക്കളയും. അവൻ പുറത്തേക്ക് നേരെ അകത്തുനിന്ന് നേരെ പുറത്തേക്കളെ. നമ്മളൊന്നും പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷനും കൊടുക്കേണ്ട കാര്യമില്ല. അത്ഭുതമല്ലേ? നമ്മുടെ ശരീരത്തിന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണത്. ഛർദ്ദിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മളതിനെ മോശമായിട്ട് വിചാരിക്കും, പക്ഷെ മോശമല്ലത്. അത് ഒരു വായു, അപാനൻ എന്ന വായു നമ്മുടെ ഈ ബോഡിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആയതനത്തെ, ഈ സുഖം അനുഭവിക്കാനുള്ള ഈ ആയതനത്തെ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞത്. ആയതനത്തെ, ഈ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള ഈ ശരീരത്തെ നിലനിർത്തുവാനായിട്ടാണ് ഈ ഛർദില് എന്ന് പറഞ്ഞ സംഭവം ആര് ചെയ്യുന്നു? അപാനൻ ആണ് ചെയ്യുന്നത്. ശരീരത്തെ പലപ്പോഴും രക്ഷിക്കുന്ന അപാനനല്ല, ഉദാനനാണ് ഇത് ചെയ്യുന്നത്. ഈ ഉദാനനാണ് പലപ്പോഴും ശരീരത്തെ രക്ഷിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പറ്റാത്ത എന്തകത്ത് വന്നാലും, ഒരു കണ്ണിനകത്ത് ഒരു കരട് വന്നാൽ അതിനെ പുറത്തേക്ക് തള്ളുന്നത് ഈ ഉദാനന്റെ ശക്തിയാണ്. മൂക്കിനകത്ത് എന്തെങ്കിലും ഒരു സാധനം പോയാൽ പെട്ടെന്ന് അതിനെ ഇങ്ങോട്ട് തള്ളിക്കളയുന്നത് അത് ഈ ഉദാനന്റെ ശക്തിയാണ്. ഇത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആ ശക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നേ. കണ്ണിൽ പോയാൽ ഉടനെ കണ്ണീര് വരും, ഉടനെ ഇതിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറക്കും. അതാണ് ഉദാനൻ. പിന്നെ വളരെ പ്രധാനമായിട്ടൊരു കാര്യം, മരണകാലത്തില് സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തെ പുറത്തേക്ക് തള്ളിക്കളയുന്നത് ഉദാനനാണ്. അദ്ദേഹമാണ് എല്ലാവരും കൂടെ കൂട്ടി പുറത്തേക്ക് ചാടുന്നത്. മറ്റുള്ളവരെയൊക്കെ പുറത്തേക്ക് വിടും, അവസാനം എല്ലാവരും കൂടെ മൊത്തം പുറത്തേക്ക് പോകുന്നത് ഉദാനന്റെ പ്രവൃത്തിയാണ്. ഉദാനനാണ് സൂക്ഷ്മ ശരീരത്തെ സ്ഥൂല ശരീരത്തിൽ നിന്നും വിടുവിച്ച് പുറത്തേക്ക് എടുക്കുന്നത്. എടുത്തു കൊണ്ടുപോകണമെന്ന് പറയുക. സൂക്ഷ്മ ശരീരത്തെ സ്ഥൂല ശരീരത്തിൽ നിന്നും എടുത്തു കൊണ്ടുപോകുന്നു എന്നാണ് അതിന് പറയുക. ഉദാനൻ ശക്തമായാലേ
മരണം സംഭവിക്കുകയുള്ളൂ. ചിലരിങ്ങനെ കിടക്കും ഇല്ലേ, പ്രായമായിട്ട് ഇങ്ങനെ വയസ്സായി ബെഡ് റിഡനായിട്ട് കിടക്കുന്നുണ്ടാവും, മരിക്കുന്നില്ല. എന്ത് ചെയ്താ മരിക്കുന്നില്ല? ശരിക്കും പറഞ്ഞാൽ മരിച്ചാൽ മതിയായിരുന്നു. അത്രമാത്രം വേദന അനുഭവിക്കുന്നു, ബെഡ് സോർ വരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പ്രായമായി, ഒന്നും കഴിക്കാനും മേല, കേൾക്കാനും മേല, കാണാനും മേല, എണീക്കാനും മേല, നടക്കാനും മേല, വ്രണങ്ങളായി, പക്ഷേ മരിക്കുന്നില്ല. അവിടെ ഉദാനന്റെ ശക്തി കുറവാണ് ഈ പ്രശ്നം. ഉദാനൻ ശരിയായിട്ട് പ്രവർത്തിക്കാത്തതാണ് അവിടെ. അപ്പോൾ ചിലപ്പോൾ ചില വഴിപാടുകളൊക്കെ ചെയ്യാൻ പറയും, ചില അമ്പലങ്ങളിലൊക്കെ വഴിപാടൊക്കെ ചെയ്യാൻ പറയും. അത് വേറൊന്നുമല്ല, അത് ഈ ഉദാനന് നല്ല ശക്തി കൊടുത്ത് പ്രവർത്തിപ്പിച്ച് സൂക്ഷ്മ ശരീരത്തെ സ്ഥൂല ശരീരത്തിൽ നിന്ന് വിടിയിപ്പിക്കാനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഉദാനൻ ശക്തമായാലേ മരണം സംഭവിക്കുകയുള്ളൂ. ചില വഴിപാടുകളും മറ്റും അതിനായിട്ട് ചെയ്യും. അങ്ങനെ 5 പ്രാണശക്തികൾ. ഇനി 4 അന്ധക്കരണങ്ങളുണ്ട്. അപ്പോഴാണ് 19 ആവുള്ളൂ. സാധാരണ എനിക്ക് പറയുന്ന 19 4 അന്ധക്കരണങ്ങളുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സ്, അതിന്റെ ലക്ഷണം വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്, വൃത്തികൾ ഉണ്ടാകുന്നത്, സംശയാത്മകമായത്, ചഞ്ചലമായത്, ഇതൊക്കെയാണ് ലക്ഷണം. വികാരങ്ങളെല്ലാം ദുഃഖം, ദേഷ്യം, കോപം, സങ്കടം എല്ലാം മനസ്സിലാണ് ഉണ്ടാകുന്നത്. സംശയാത്മകമാണ്. എല്ലാത്തിനും ശരിയോ തെറ്റോ ഇങ്ങനെ സംശയാത്മകമായിട്ടിരിക്കും. പിന്നെ ചഞ്ചലമാണ്. പിന്നെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയം ചെയ്യുന്നതാണ് ബുദ്ധി. ചിന്തകളൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ ഇന്നത് മതി എന്നൊരു നിശ്ചയം ചെയ്യുന്നത് ബുദ്ധി. പിന്നെ ചിത്തം, അനുഭവങ്ങളുടെ സംസ്കാര രൂപമായ സ്ഥലം. അനുഭവങ്ങളുടെയൊക്കെ സംസ്കാര രൂപമായ സ്ഥലം, ജ്ഞാപക ശക്തിയുടെ സ്ഥലം, സ്റ്റോർ റൂം എന്ന് പറയാം. അനുഭവങ്ങൾ പതിയുന്നൊരു സ്ഥലമാണ് ചിത്തം. അനുഭവങ്ങൾ പതിയ എന്ന് പറയില്ലേ, ചിലത് നമുക്ക് നന്നായിട്ട് ഉള്ളിൽ പതിയും, ചിലത് പതിയില്ല. ആ പതിയുന്ന സ്ഥലമാണ് ചിത്തം, അതാണ് സ്റ്റോർ റൂം. പിന്നെയോ അഹങ്കാരം. ഏത് ചിന്തയിലും ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത, ഞാൻ എല്ലാം ചെയ്യുന്നത്, എല്ലാം ഞാൻ എന്ന് തോന്നുന്നതാണ് അഹങ്കാരം. ഇതാണ് 19 സൂക്ഷ്മ ശരീരങ്ങൾ. 19 സൂക്ഷ്മമാണ് ഇവിടെ പറഞ്ഞത്. കയ്യ് എന്ന് പറഞ്ഞാൽ കയ്യല്ല, കയ്യെ പ്രവർത്തിപ്പിക്കുന്ന അകത്തുള്ള ശക്തി. കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണല്ല, അതിനകത്തുള്ള ആ പ്രവർത്തിക്കുന്ന ശക്തി. ഇപ്പോ കണ്ണിന് കാണാൻ പറ്റാത്തതിനാൽ ഇതിനെ സൂക്ഷ്മം എന്ന് പറയുന്നു. ഈ ശക്തികളെ നമുക്ക് കണ്ണിന് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിനെ സൂക്ഷ്മം എന്ന് പറയുന്നു. ഈ ജഡമായ ശരീരത്തിനകത്തെ അറിവ് തത്വം ആത്മാവിന്റെ പ്രതിബിംബം ചിതാഭാസൻ, ഇതെല്ലാം ചേർന്ന് ജീവൻ. ഈ സൂക്ഷ്മ ശരീരം ലോകത്തെ അനുഭവിക്കുന്നതിനായി സ്ഥൂല ശരീരത്തെ എടുക്കുന്നു. മരണം എന്നാൽ സൂക്ഷ്മ ശരീരം ഈ സ്ഥൂല ശരീരത്തെ വിട്ട് വേറെ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കൽ. ഇവ വിട്ടുപോകുന്നതിനാണ് ഈ പറയുന്നത്. ഇനി ബാക്കി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി ഭാഗം, ശ്ലോകത്തിന്റെ അർത്ഥം വരുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മുടെ സമയമായി. സ്ഥൂല ശരീരത്തെക്കുറിച്ച്, സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ഒരു സാമാന്യ വിവരം നമുക്കിപ്പോൾ ഉണ്ട്. അപ്പൊ ദേഹാഭിമാനമാണ് ഇതിന്റെ ഒക്കെ പുറകിൽ എന്നുള്ളത് മനസ്സിലാക്കുക. സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെക്കുന്നു ജാഗ്രത്, സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനം വെക്കുന്നു സ്വപ്നം, കാരണ ശരീരത്തിൽ അഭിമാനം വെക്കുന്നു സുഷുപ്തി. ഇത്രയും നല്ലതായിട്ട് ഓർത്തിരിക്കുക. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അതെല്ലാം ഒരുതരം ശക്തിവിശേഷങ്ങളാണ്. എല്ലാ തരത്തിലുള്ള ശക്തിവിശേഷങ്ങൾ അടങ്ങിയതാണ് സൂക്ഷ്മ ശരീരം. മനസ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഔട്ടർ മാത്രമാണ് മനസ്സ്. മാത്രമല്ല ഈ എല്ലാ ശക്തികളും, സൂക്ഷ്മമായ ശക്തികളെല്ലാമാണ് സൂക്ഷ്മ ശരീരം. കാരണ ശരീരം വീണ്ടും നമുക്ക് വരുന്നുണ്ട്, വിശദമായിട്ട് അദ്ദേഹം സ്വാമിയെ പറഞ്ഞു തരുന്നുണ്ട്. ആ നേരം നമുക്ക് നോക്കാം. ഇതായാലും ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാ കാര്യങ്ങളും ഉള്ളിൽ പതിഞ്ഞ്, നേരത്തെ പറഞ്ഞ മാതിരി ആ ചിത്തത്തിൽ ഇതൊക്കെ വേണ്ടതെല്ലാം നല്ല രീതിയിലുള്ളിൽ ചെന്ന് സാധനങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിരാം സാർ, സായിരാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം.